വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിലിം പോസ്റ്ററുകൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വളരെ വ്യത്യസ്തതയുള്ള ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പോസ്റ്ററിൽ ഒരുപാട് എഫക്ട്സ് വരുന്നുണ്ട്. അതായത് അതിൻ്റെ പശ്ചാത്തലം മുതൽ അതിൻ്റെ ടൈറ്റിൽ വരെയുള്ള കാര്യങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയ്ക്കോ ഷോർട്ട് ഫിലിമിനോ അല്ലെങ്കിൽ മറ്റ് എന്ത് പ്രോഗ്രാമിന് വേണ്ടിയോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പോസ്റ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ വർക്ക് ഫ്ലോ എന്താണ് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു റെഫറൻസ് ഐഡിയ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പോസ്റ്റർ ഏകദേശം എങ്ങനെയാണ് വരേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതേപോലെയുള്ള പോസ്റ്ററുകളുടെ റെഫറൻസ് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 2 റെഫറൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ 2 പോസ്റ്ററുകളുടെ പ്രോംപ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഒരു സിംഗിൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ഫിലിം പോസ്റ്റർ തെയ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ തെയ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന 2 ഫിലിം പോസ്റ്ററുകൾ ഞാൻ ഇതിന്റെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പോസ്റ്ററിന്റെ ഒരു സിമിലർ ആംബിയൻസിലുള്ള ഏകദേശം അതേ ലൈറ്റിങ്ങിലൊക്കെയുള്ള 2 സിനിമയുടെ പോസ്റ്ററുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു പോസ്റ്ററാണ്, രണ്ടാമത്തെ പോസ്റ്റർ ഈ ഒരു പോസ്റ്ററാണ്. ഈ 2 പോസ്റ്ററുകളുടെ പ്രോംപ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു പുതിയ പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ആ പ്രോംപ്റ്റിലാണ് നമ്മൾ നമ്മുടെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്തവണ പ്രോംപ്റ്റുകൾ നമ്മൾ മലയാളത്തിലാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുത്ത് എങ്ങനെയാണ് പോസ്റ്ററുകൾ ചെയ്യുക എന്ന് കുറേ അധികം ആളുകൾ ചോദിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മലയാളത്തിലാണ് ഇത്തവണ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചാറ്റ് GPT എടുക്കുക. അതിനുശേഷം നമ്മുടെ റെഫറൻസ് ഇമേജുകളിൽ ആദ്യത്തെ ഒരു ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, ഇവിടെ ഞാൻ ചാറ്റ് GPTയിലേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഇതുപോലെ എഴുതുക, ഈ പോസ്റ്റർ നിർമ്മിക്കുന്നതിനുള്ള പ്രോംപ്റ്റ് മലയാളത്തിൽ തയ്യാറാക്കുക. മലയാളത്തിൽ എന്ന് പ്രത്യേകം എഴുതണം, എന്നാൽ മാത്രമേ നമുക്ക് മലയാളത്തിൽ പ്രോംപ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ബ്രാക്കറ്റിൽ എഴുതുക, ഡീറ്റെയിൽഡ് എന്നും കൂടെ എഴുതുക. അതായത് നമുക്ക് ഈ പോസ്റ്ററിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കതിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്, അതുപോലെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് എന്ന് എഴുതുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു റെഫറൻസ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റാണ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ആ ജനറേറ്റ് ചെയ്ത് വരുന്ന പ്രോംപ്റ്റിൽ നിന്ന് വേണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രോംപ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജനറേറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പം അതിൻ്റെ താഴെ ഇവിടെ അതിൻ്റെ പ്രോംപ്റ്റ് വളരെ വിശദമായിട്ട് എഴുതി വരുന്നുണ്ട്. നോക്കുക, അതിൻ്റെ പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. മലയാളത്തിലും ചില വാക്കുകൾ ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മംഗ്ലീഷിലാണ് വന്നിരിക്കുന്നത്. ചില കീവേഡുകൾ ഇംഗ്ലീഷിൽ തന്നെയാണ് കറക്റ്റായിട്ട് അതിൻ്റെ വേർഡ് നമുക്ക് കിട്ടുക. അതിൻ്റെ മലയാളം കൃത്യമായിട്ട് അവിടെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു AI മോഡലുകളെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ പ്രോംപ്റ്റിൽ ഇംഗ്ലീഷ് വേർഡുകളും ഇംഗ്ലീഷ് സെന്റൻസുകളും ആയിരിക്കും കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രോംപ്റ്റുകൾ കൂടുതലും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ നിങ്ങൾക്ക് മംഗ്ലീഷ് ആയിട്ടും അല്ലെങ്കിൽ മലയാളം പ്രോംപ്റ്റുകളായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. പ്രോംപ്റ്റ് അവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ജെമിനിയിലേക്ക് വരിക. ജെമിനിയിൽ അതൊന്ന് പേസ്റ്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് അതിവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, നമ്മൾ 2 പോസ്റ്ററുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എലമെൻസുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പുതിയ പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റ് കൂടി നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോസ്റ്റർ കൂടി ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം, ഈ പോസ്റ്റർ നിർമ്മിക്കുന്നതിനുള്ള പ്രോംപ്റ്റ് മലയാളത്തിൽ തയ്യാറാക്കുക. ബ്രാക്കറ്റിൽ എഴുതാം. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാം. നോക്കുക, നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ആയി വരുന്നുണ്ട്. താഴേക്ക് നോക്കുക, നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ജെമിനിയിലേക്ക് പോകുന്നു. ജെമിനിയിൽ വന്നതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ പ്രോംപ്റ്റ് കൂടി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് ഇടാം. കാരണം നമ്മുടെ 2 പ്രോംപ്റ്റും കൂടെ ഒരുമിച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ പേസ്റ്റ് ചെയ്ത പ്രോംപ്റ്റ് നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. നോക്കാം,
താഴെ നമ്മുടെ രണ്ടാമത്തെ പ്രോംപ്റ്റും കിടപ്പുണ്ട്. അതായത് ഇവിടം വരെ ആയിരുന്നു ഒന്നാമത്തെ പ്രോംപ്റ്റ്, അതിനുശേഷം താഴേക്ക് രണ്ടാമത്തെ പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ. കേരളത്തിൻ്റെ പരമ്പരാഗത തെയ്യം കലാരൂപം അവതരിപ്പിക്കുന്ന ഒരു ശക്തമായ സിനിമാറ്റിക് പോസ്റ്ററാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിനകത്തെ ക്യാരക്ടർ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നാണ്. നടുവിൽ തീക്കനലുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു തെയ്യം കലാകാരൻ, അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഏത് ക്യാരക്ടർ വരണമെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മുഖം ചുവപ്പ് നിറത്തിലുള്ള തെയ്യം മേക്കപ്പിൽ ഭംഗിയുള്ള കണ്ണുകളുമായി ശക്തമായ അഭിവ്യക്തി. ഇതൊക്കെ പ്രത്യേക ടേമുകളാണ്. അതാണ് മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ. ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേനും അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. തലയിൽ വലിയ വട്ടാകൃതിയിലുള്ള പരമ്പരാഗത തെയ്യം കിരീടം, അതിൽ ചുവപ്പ് സ്വർണ്ണം വെള്ളി അലങ്കാരങ്ങൾ, ശരീരത്തിൽ പരമ്പരാഗത തെയ്യം ആഭരണങ്ങൾ, നെഞ്ചിൽ ചുവപ്പ്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് വിട്ടേക്കുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. പിന്നിൽ വലിയ തീപ്പൊരി, പറക്കുന്ന തീക്കണങ്ങൾ, ഇതൊക്കെ ഓക്കെയാണ്. ചൂടൻ ഓറഞ്ച് ലൈറ്റിങ്, താഴെ ഭാഗത്ത് കത്തുന്ന തീയും പുകയും, തെയ്യം കലാകാരൻ തീക്കിടയിൽ നിന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് നോക്കുന്ന പോലെ. ഓക്കെ, അത് ഓക്കെയാണ്. മുഴുവൻ സീനിലും ഡ്രമാറ്റിക് സിനിമാറ്റിക് ലൈറ്റിംഗ്, ഹൈ കോൺട്രാസ്റ്റ് വോളുമെട്രിക് ഫയർ ഗ്ലോ, എംബേഴ്സ് പാർട്ടിക്കിൾസ് ഫ്ലൈയിങ് ഇൻ ദി എയർ, അതും ഓക്കെയാണ്. ഈ ഒരു വാക്കുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു മലയാളം വേർഡിങ്സിൽ കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് അവർ അത് ഇംഗ്ലീഷിൽ തന്നെ തന്നിരിക്കുന്നത്. അതൊക്കെ ഓക്കെയാണ്, അതിനെ വർണ്ണിച്ചിരിക്കുന്നതാണ്. പോസ്റ്ററിന് മുകളിലായി ചെറിയ ടെക്സ്റ്റ് AR മെയിൻലാൻഡ് പ്രൊഡക്ഷൻസ് പ്രസൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ AR മെയിൻലാൻഡ് അവരുടെ ബാനറാണ്, അവരുടെ ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോയാണ്. ആ ലോഗോ നമുക്കും കൊടുക്കാം. നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ അങ്ങ് കളയുക. ഈ ഒരു ലൈൻ കളഞ്ഞതിന് ശേഷം അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടുക. അതിനുശേഷം താഴെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. താഴെ ഭാഗത്ത് സ്വർണ്ണ നിറത്തിലുള്ള വലിയ 3D സിനിമ ടൈറ്റിൽ മലയാളത്തിൽ. ടൈറ്റിലിന് ചുറ്റും കേരള ക്ഷേത്രകലയുടെ ശൈലിയിലുള്ള അലങ്കാര ഡിസൈൻ. ഇതൊന്നും നമുക്ക് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തു കളയാം. രണ്ടാമത്തെ പോസ്റ്ററിന്റെ പ്രോംപ്റ്റും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് വായിച്ചു പോകാം. പോസ്റ്ററിന്റെ താഴെ ഭാഗത്ത് ഇതൊക്കെയാണ്. ടൈറ്റിലിന് ചുറ്റും ക്ഷേത്ര ശൈലിയിലുള്ള അലങ്കാര ഡിസൈൻ, അത് നമുക്ക് വേണ്ട, അത് നമ്മുടെ പോസ്റ്ററിൽ വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് കളയുന്നു. മുഴുവൻ പോസ്റ്ററിന് എപ്പിക് മൂവി പോസ്റ്റർ സ്റ്റൈൽ, അതിൻ്റെ സ്റ്റൈലും അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. അത് അതുപോലെ തന്നെ കിടന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. ഇനി നമ്മുടെ രണ്ടാമത്തെ പോസ്റ്ററാണ് ഈ വന്നിരിക്കുന്നത്. ഗാഢമായ മഞ്ഞ് മൂടിയ ഒരു കാട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു ഭീകരവും ശക്തവുമായ ദൈവ രൂപം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഗാഢമായ മഞ്ഞ് മൂടിയ ഒരു കാട്ടിൽ നിൽക്കുന്ന ഒരു ഭീകരവും ശക്തവുമായ ദൈവരൂപം. ആ രൂപം കേരളത്തിലെ പരമ്പരാഗത തെയ്യം ശൈലിയിൽ അലങ്കരിച്ചിരിക്കുന്നു. ഈ വേർഡ് നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് മുകളിലത്തെ നമ്മുടെ ആ ഒരു ടൈറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അതായത് രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റും ഒന്നാമത്തെ പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ്. രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കേണ്ടത് മാത്രം എടുത്താൽ മതി. ഇവിടെ വലിയ ചുവപ്പ് ഓറഞ്ച് നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഭംഗിയേറിയ തലമുടി അലങ്കാരം, മുഖത്ത് ചുവപ്പ് കറുപ്പ് വെള്ള നിറത്തിലുള്ള തെയ്യം മുഖപ്പച്ച, കണ്ണുകൾ ശക്തവും തീവ്രവുമാണ്, കഴുത്തിനും ശരീരത്തിനും ചുറ്റും പ്രകൃതിദത്തമായ പുല്ല് പോലെയുള്ള അലങ്കാര വേഷം. ഇത് നമുക്ക് ആ ഒരു തെയ്യത്തിനെ വർണ്ണിച്ചിരിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ആ ദൈവരൂപത്തിന്റെ പിന്നിൽ ഭയത്തോടും വിശ്വാസത്തോടും നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. ഇവിടെ ഒരു ചെറിയ പെൺകുട്ടി അല്ല നമുക്ക് വേണ്ടത്, ഇവിടെ ഒരു സ്ത്രീയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതങ്ങ് മാറ്റാം, അവിടുന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം കേരള വേഷം ധരിച്ച ഒരു സ്ത്രീ എന്നാണ് നമുക്കവിടെ എഴുതേണ്ടത്. ഞാൻ ആ മലയാളം അവിടെ വരേണ്ട മലയാളം ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കേരള വേഷം ധരിച്ച ഒരു സ്ത്രീ, അവരുടെ വേഷം ചുവപ്പും മഞ്ഞയും കലർന്ന ഒരു സാരിയാണ്. അത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ വരേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നോക്കുക, വിശ്വാസത്തോടെ നിൽക്കുന്ന അവിടെയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. വിശ്വാസത്തോടെ നിൽക്കുന്ന കേരള വേഷം ധരിച്ച ഒരു സ്ത്രീ, അവരുടെ വേഷം ചുവപ്പും മഞ്ഞയും കലർന്ന സാരിയാണ്. ചുറ്റും ഇരുണ്ട മഞ്ഞ് മൂടിയ വനപരിസരം, കാടിൻ്റെ ആഴത്തിൽ നിന്നും മഞ്ഞുയരുന്നു, വായുവിൽ ചെറു തീക്കണങ്ങൾ, ചിലയിടങ്ങളിൽ ചെറിയ തീപ്പൊരി പോലെയുള്ള പ്രകാശം, പശ്ചാത്തലം സിനിമാറ്റിക് ലൈറ്റിംഗ് ഉപയോഗിച്ച് ഡ്രമാറ്റിക്കലായി പ്രകാശിക്കുന്നു. ദൃശ്യത്തിൻ്റെ മൂഡാണ് അടുത്ത് പറയുന്നത്. ദൃശ്യത്തിൻ്റെ ഈ ഒരു മൂഡ് നമുക്കിവിടെ പറയണമെന്നില്ല, കാരണം നമ്മുടെ മുകളിലത്തെ പ്രോംപ്റ്റിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇവിടെ അതിൻ്റെ ടൈറ്റിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ചിത്രത്തിൻ്റെ താഴെ ഭാഗത്ത് തീയിൽ നിന്ന് രൂപപ്പെട്ടതുപോലെ ഒരു സിനിമ ടൈറ്റിൽ, സംഹാര എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ടൈറ്റിൽ നമുക്ക് വേണ്ടത് ഈ ടൈറ്റിലല്ല, നമ്മുടെ ടൈറ്റിലാണ് വരേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ടൈറ്റിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടേക്ക് ഈ കോഡ്സിനുള്ളിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. നോക്കുക, അതിൻ്റെ താഴെ, അതായത് ആ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സബ് ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ദി പ്രൊട്ടക്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ ദി പ്രൊട്ടക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കൊടുക്കേണ്ടത് അതല്ല, ദി എൻഡ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നമുക്കൊന്ന് എഡിറ്റ് ചെയ്തേക്കാം.
ദി എൻഡ് എന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ എങ്ങനെയായിരിക്കണം? ടൈറ്റിൽ തീയുടെ പ്രകാശത്തിൽ തിളങ്ങുന്ന പോലെ സിനിമാറ്റിക് ഫയറി ടൈപ്പോഗ്രാഫി ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി ഈ ഒരു സ്റ്റൈല് എന്നുള്ളത് നമുക്ക് നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈല് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്രോംപ്റ്റും മറ്റേ പ്രോംപ്റ്റും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആ ഒരു പ്രോംപ്റ്റ് നോക്കാം. കേരളത്തിൻ്റെ പരമ്പരാഗത തെയ്യം കലാരൂപം അവതരിപ്പിക്കുന്ന ഒരു ശക്തമായ പോസ്റ്റർ വരെ ഓക്കെയാണ്. ബാക്കി നമുക്ക് താഴെയുണ്ട്, താഴത്തെ പോസ്റ്ററിൻ്റെ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് വേണ്ട, അതൊന്ന് റിമൂവ് ചെയ്തു. അതിന് പകരം നമുക്ക് ഈ ഒരു ഗാഢമായ തൊട്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ പേസ്റ്റ് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പിൽ ഞാനത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ തീപ്പൊരി പറക്കുന്ന തീക്കണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ താഴത്തെ പോസ്റ്ററിലും വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മഞ്ഞുമൂടിയ പരിസരം, കാടിൻ്റെ ആഴത്തിൽ നിന്നും മഞ്ഞുയരുന്നു, വായുവിൽ ചെറു തീക്കണങ്ങൾ. ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വേണ്ട. രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ ആ ഒരു പാരഗ്രാഫ് വേണ്ട. നമുക്ക് വേണ്ടത് മാത്രം ഇവിടെ നിന്ന് എടുത്ത് മുകളിലേക്ക് പേസ്റ്റ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. ഇനി നമ്മുടെ ടൈറ്റിലാണ് പറഞ്ഞേക്കുന്നത്. ടൈറ്റിലിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ ഇവിടുന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം പോസ്റ്ററിൻ്റെ താഴെ ഭാഗത്ത് സ്വർണ്ണ നിറത്തിലുള്ള വലിയ 3D സിനിമ ടൈറ്റിൽ മലയാളത്തിൽ അവിടെ അതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ ഒരു ടൈറ്റിലിൻ്റെ കാര്യം ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. ചിത്രത്തിൻ്റെ താഴെ ഭാഗത്തുനിന്നുള്ള ആ ഒരു റിപ്പീറ്റേഷൻ നമുക്ക് ഇവിടുന്ന് മാറ്റാം. കാരണം ഇവിടെയുണ്ട്, പോസ്റ്ററിൻ്റെ താഴെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് ആ ഒരു വേഡിങ്സ് അവിടെ വേണ്ട. ബാക്കി തീയിൽ നിന്ന് രൂപപ്പെട്ടതുപോലെയുള്ള ഒരു സിനിമ സ്റ്റൈൽ കലാശം എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ ചെറിയ അക്ഷരത്തിൽ ദി എൻഡ്, അത് നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ, ഈ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ എഴുതാം. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഈ ഒരു സെൻറ്റൻസും കൂടെ അതിൻ്റെ കൂടെ തന്നെ എഴുതാം. കാരണം അത് ടൈറ്റിലിനെ സംബന്ധിച്ചുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ തന്നെ അത് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യണം. നമുക്ക് മെയിനായിട്ട് നമുക്ക് ആ ഒരു തെയ്യത്തിൻ്റെ ക്യാരക്ടറാണ്, അത് നമ്മൾ കൊടുക്കുന്ന ആളുടെ ഫേസ് ആയിരിക്കണം അവിടെ വരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പുറകിൽ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയെയും നമ്മൾ കൊടുക്കുന്ന സ്ത്രീയുടെ ഫേസ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ്, ഇവരുടെ 2 പേരുടെയും ഫേസാണ് നമുക്കവിടെ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫേസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പോസ്റ്റർ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫിലിം സ്റ്റാർസിൻ്റെ പടങ്ങൾ എടുത്തിരിക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെയാണോ അവിടെ വേണ്ടത് അവരുടെ ആ ഒരു പടങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവരുടെ ഇമേജസും കൂടെ ഞാനിവിടെ ഈ ഒരു ജെമിനിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇവരുടെ 2 ഇമേജും കൂടെ ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം തൊട്ട് താഴെ നമ്മൾ എഴുതണം. ഇംഗ്ലീഷിൽ എഴുതിയാലും മതി. മാൻ ആൻഡ് വുമൺ ഇമേജ് അറ്റാച്ച്ഡ്. മാൻ ആൻഡ് വുമൺ ഇമേജ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം താഴെ ഇവിടെ ക്രിയേറ്റ് ഇമേജ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ പ്രോ ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ പ്രോ ആണെങ്കിൽ മാത്രമേ നമ്മൾ മലയാളം കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് മലയാളത്തിൽ വരേണ്ട കാര്യങ്ങളുണ്ട്. കലാശം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ മലയാളത്തിലാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മലയാളം കൃത്യമായിട്ട് റെൻഡർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. പ്രൊഫഷണലായി AI ഫോട്ടോ എഡിറ്റിംഗ് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അവിടെ പോസ്റ്റർ ജനറേറ്റ് ആയി വരുന്നുണ്ട്. നോക്കുക, നമ്മുടെ പോസ്റ്റർ ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഫുൾ സ്ക്രീനിൽ കാണിച്ചു തരാം. പ്രോംപ്റ്റിൽ എഴുതി കൊടുത്ത പോലെ തന്നെ ആ ഒരു ആംബിയൻസിൽ കൃത്യമായിട്ട് നമ്മുടെ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ക്യാരക്ടേഴ്സിന് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 പോസ്റ്ററുകളിൽ നിന്നാണ് അതിൻ്റെ ആംബിയൻസും ക്യാരക്ടറൈസേഷനും ഒക്കെ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്ററിലെ ആ ഒരു ഫോറസ്റ്റും കാര്യങ്ങളും ആ മഞ്ഞിൻ്റെ ആ ഒരു ഫീലും ഒക്കെ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ആ മറ്റേ പോസ്റ്ററിലെ ആ തെയ്യത്തിൻ്റെ രൂപവും ഭാവവും അതിൻ്റെ ആ ഒരു വേഷവിധാനങ്ങളും ഒക്കെ 2 പോസ്റ്ററിലെയും ആ പ്രോംപ്റ്റുകൾ കമ്പൈൻ ചെയ്ത് അതും വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ 2 പോസ്റ്ററുകളുടെയും എലമെൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്രിയേറ്റ് ചെയ്ത പോസ്റ്ററിനെ തന്നെ നമുക്ക് വീണ്ടും അതിനകത്ത് ക്രെഡിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ബാനർ ഇതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോട്ടോഷോപ്പിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഫിലിം പോസ്റ്ററുകൾ വളരെ അനായാസം AI ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായിട്ട് അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.